കറി ലീവ്സ് റെസിപ്പി വിത്ത് ഉഷ. എല്ലാവർക്കും നമസ്കാരം. കോവിഡ് കാരണം ലോക്ക്ഡൗൺ അല്ലേ, എല്ലാവരും സേഫായും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കറി ലീവ്സിൽ വീട്ടിലും നാട്ടിലും സുലഭമായി കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള റെസിപ്പികളാണ്. ഇന്നത്തെ റെസിപ്പി കടച്ചക്ക കൊണ്ടുള്ളതാണ്. എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് കടലപ്പൊടി, കുറച്ച് മൈദപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി, കുറച്ച് നിറം കൂട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഫ്ലേവർ കൂട്ടാൻ വേണ്ടി കുറച്ച് കായത്തിൻ്റെ പൊടി, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്. ഇതെല്ലാം കൂടെ കുറേശ്ശെ വെള്ളം ചേർത്ത് ഇളക്കി കലക്കി നല്ലൊരു ബാറ്റർ ഉണ്ടാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് ബാറ്റർ വെള്ളം പോലെ ആക്കരുത്. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് പാകത്തിന് ഇളക്കി കൊടുത്ത് കട്ടകളില്ലാതെ ഉടച്ചെടുത്ത് നല്ലൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ വെള്ളമാണെങ്കിൽ കഷ്ണം അതിൽ ഒട്ടിപ്പിടിക്കില്ല. ഇനി നമുക്ക് കടച്ചക്ക നന്നാക്കിയെടുക്കാം. കണ്ടില്ലേ, ഇതാണ് കടച്ചക്ക. അതാദ്യം നമുക്ക് നടു മുറിച്ച് 2 കഷ്ണാക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളി കടച്ചക്ക. ഇനി അതിനെ നമുക്ക് 4 കഷ്ണാക്കി മുറിച്ചെടുക്കാം. ഇനി അതിൻ്റെ മൂക്ക് ഭാഗമൊക്കെ ചെത്തി തോലൊക്കെ ഒന്ന് ചെത്തി നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഈ കടച്ചക്കയ്ക്ക് കുറച്ച് കരയൊക്കെ ഉണ്ടിട്ടാണ്. ഈ കടച്ചക്ക വേവിച്ച് വരുമ്പോൾ ശരിക്കും ഒരു ഉരുളൻകിഴങ്ങ് പോലെ ആവും. നല്ല മൂത്ത ചക്കയാണെങ്കിൽ ഉരുളൻകിഴങ്ങിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും നമുക്ക്. കടച്ചക്ക കൊണ്ട് നമുക്ക് ഇഷ്ടു, അതായത് സ്റ്റൂ, ഉപ്പേരി, മസാല കൊണ്ടുണ്ടാക്കാം, ബജ്ജി ഉണ്ടാക്കാം, അങ്ങനെ പലതരം വെറൈറ്റി വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി അതിനെ വളരെ നൈസാക്കി നമുക്ക് ആദ്യം മുറിച്ചെടുക്കാം. നല്ല മൂത്ത ചക്കയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. ഇനി ഒരു ഫ്രൈ പാൻ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഈ ബൗളിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ കുറച്ച് ഇട്ട് കൊടുക്കാം. എല്ലാ കഷ്ണവും ഇടരുത്, കുറച്ച് കഷ്ണം. അതിന് 2 ഭാഗം മാവ് നന്നായി ഒട്ടിപ്പിടിക്കുന്ന മാതിരി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇനി നമുക്ക് കരിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഈ കരിവേപ്പിൻ്റെ ഇല എന്തിനാണ് ചേർക്കുന്നത്? നല്ല വാസനയും ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഓരോ കഷ്ണമായി 2 ഭാഗം മുക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് അടി പിടിക്കില്ല. ഇതേ മെത്തേഡ് നിങ്ങൾ മീൻ വറുക്കുമ്പോഴും ചെയ്യാവുന്നതാണ്. മീൻ വറുക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ മീനിൻ്റെ ടേസ്റ്റും വാസനയെല്ലാം കൂടും. കൂടുതൽ എണ്ണ ഇട്ട് കൊടുക്കണ്ട, ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. ഒരു വശം മൂത്തതിന് ശേഷം നമുക്ക് മറുവശം കൂടെ മറിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായി മാവ് കഷ്ണത്തിൽ ഒട്ടിപ്പിടിച്ച് വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ ബാറ്റർ കട്ടിയാക്കാവുന്നതാണ്. പക്ഷെ കുറച്ച് മാവായിട്ട് കഷ്ണം മൂപ്പിച്ചെടുക്കുന്നത് വളരെ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ട 2 ഭാഗം നന്നായി മൂത്തിരിക്കുന്നു. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വാവ്,
നല്ല കടച്ചക്ക ബജ്ജി. അങ്ങനെ നമ്മുടെ കടച്ചക്ക ബജ്ജി റോസ്റ്റായ കരിവേപ്പിലയുടെ കൂടെ റെഡിയായി വന്നിരിക്കുന്നു. കരിവേപ്പിലയുടെ മണവും ചക്കയുടെ രുചിയും നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇനി ബാക്കിയുള്ള കഷ്ണം കൂടെ ഇതേപോലെ കരിവേപ്പില മൂപ്പിച്ചിട്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. എല്ലാം എന്നുണ്ടെങ്കിൽ വെറുതെ കഷ്ണം മാത്രം ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഇതുപോലത്തെ നാടൻ ടേസ്റ്റി ഹെൽത്തി റെസിപ്പിക്ക് വേണ്ടി നിങ്ങൾ കറി ലീവ്സ് റെസിപ്പി വിത്ത് ഉഷ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനുവേണ്ടി വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കോളൂ. കൂടാതെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കണും അതിൻ്റെ കൂടെ ഓൾ ബട്ടണും കൂടെ പ്രസ് ചെയ്തോളൂ. നിങ്ങളുടെ താല്പര്യം അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അങ്ങനെ നമ്മുടെ കടച്ചക്ക ബജ്ജി റെഡി ആയിരിക്കുന്നു. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.